ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും, ദൈവത്തിൻ്റെ മക്കളാകും, അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറും. നല്ല ദൈവമേ, ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളിപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി അങ്ങ് ആയിട്ടില്ല. ഞങ്ങൾ പരിശ്രമിക്കുകയാണ്, പൂർണ്ണമായിട്ട് അങ്ങ് ആയി തീർന്നിട്ടില്ല. കർത്താവ്, ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയുടെ ഈ സമയം, ഈ ഒരു 10-20 മിനിറ്റ് സമയം ഞങ്ങൾ കടന്നു പോകുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിൽ എല്ലാവരിലും ഒന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മേ, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം. ഞാൻ സ്കൂളിൽ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും വലിയൊരു പരാതി, മാതാപിതാക്കൾ സ്വാതന്ത്ര്യം തരുന്നില്ല എന്നുള്ള ഭയങ്കര ഒരു പരാതി ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, കളിക്കാൻ എപ്പോൾ പോകണം അപ്പോൾ കളിക്കാനുള്ള സ്വാതന്ത്ര്യം, എപ്പോൾ TV കാണണം അത് സ്വാതന്ത്ര്യം, ഏത് കൂട്ടുകാരുടെ കൂടെ പോകണം അത് സ്വാതന്ത്ര്യം, ആരെ കല്യാണം കഴിക്കണം അത് സ്വാതന്ത്ര്യം. അത് എത്രാം ക്ലാസ് തുടങ്ങി, 5ാം ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ജീവിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റി 2 വാക്ക് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു സമയത്ത് ഞാനിങ്ങനെ കേൾക്കാനിടയായി. ഇങ്ങനെയാണത് പറയുന്നത്: ദൈവം തിന്മ ചെയ്യാനായിട്ട് ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? ദൈവത്തിന് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ദൈവം സ്വതന്ത്രനാണോ? ഇതാണ് ചോദ്യം. അപ്പം ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പ്രകാശം എന്ന് പറയുമ്പോൾ പ്രകാശത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എന്താണത്? അതിൽ ഇരുട്ട് ഇല്ല, അല്ലേ? ഈ റൂമിൽ ഇരുട്ടുള്ള റൂമാണെന്ന് വിചാരിക്കുക. ആ റൂമിലേക്ക് പ്രകാശം വന്നാൽ പിന്നെ ഇരുട്ടുണ്ടോ? ഇരുട്ടില്ല. ഇരുട്ടില്ലാത്ത അവസ്ഥ കൂടെയാണ് എന്ത്? പ്രകാശമുള്ള അവസ്ഥ എന്ന് നമ്മൾ വിളിക്കുക. അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ടെന്ന് വിളിക്കുക. ഇതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഇല്ലാത്ത അവസ്ഥയാണ് തിന്മ. ദൈവം ഇല്ലാത്ത അവസ്ഥയാണ്, പ്രകാശമാണ് ദൈവം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവ് പ്രകാശമാണ്, അതിൽ ഇരുട്ട് ഉണ്ടാവില്ല. ഇതുപോലെ നമ്മളിങ്ങനെ ചിന്തിക്കും, കർത്താവാണ് സ്വാതന്ത്ര്യം. കർത്താവ് സ്വതന്ത്രമാക്കിയാലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാതെ കർത്താവും സ്വാതന്ത്ര്യം രണ്ടായിട്ടുള്ള ഒരവസ്ഥ ഒരിക്കലും അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ എന്തിനാ മനസ്സിലാക്കുന്നറിയോ? ഈ ഒരു സംഗതിയിലേക്ക് നമ്മുടെ ജീവിതം ഇങ്ങനൊരു സ്വാതന്ത്ര്യ തലത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ദൈവത്തിൽ സ്വാതന്ത്ര്യം, ദൈവം പൂർണ്ണമായും ദൈവം തന്നെയാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി. അത് കർത്താവാണ് സ്വാതന്ത്ര്യം. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇതെല്ലാം ഈശോയാണ്, ഇതെല്ലാം ദൈവമാണ്. ഇതില്ലാത്തൊരവസ്ഥയാണ് എന്ത്? തിന്മ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് തിന്മ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മയിൽ തിന്മയ്ക്ക് സ്ഥാനമില്ല. പ്രകാശത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നന്മയിൽ ഇരുട്ടിന് സ്ഥാനമില്ല. നമ്മൾ ഒരു ഗ്ലാസ് നല്ല വെള്ളം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാരങ്ങ വെള്ളം പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിലേക്ക് ഒരു തുള്ളി വിഷം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നാരങ്ങ വെള്ളമായാണോ നമ്മൾ പറയുക? അത് വിഷം എന്നാണോ പറയുക? നമ്മൾ വിഷം എന്ന് പറയാം, അല്ലേ? അത് വിഷമാണ്, പിന്നെ അത് നാരങ്ങ വെള്ളമല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ നന്മയുടെ വലിയ ഒരു ഭണ്ഡാരം ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് ഒരല്പം തിന്മ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് നന്മ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവം പൂർണ്ണമായ നന്മയായതുകൊണ്ട്
കംപ്ലീറ്റ്ലി നന്മയായതുകൊണ്ട് അവിടുന്ന് തിന്മ ഒട്ടും വസിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാം: നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് യാതൊരു മാറ്റവും. ദൈവം എപ്പോഴും ദൈവമാണ്, സ്വതന്ത്രനാണ്, നന്മയാണ്. അവിടെ നിന്നേക്ക് യാതൊരു മാറ്റവും ഇല്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും റോമാലേഖനം 3-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലെ ആശയം ഇതാണ്: ദൈവത്തിൽ എപ്പോഴും വിശ്വസ്തത, ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ, ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ് നന്മയിൽ തിന്മയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, പിന്നെ അത് തിന്മയായിട്ട് മാറും. അപ്പൊ ദൈവം പൂർണ്ണമായ നന്മയായതുകൊണ്ട് ദൈവത്തിൽ വേറെ തിന്മയൊന്നും വസിക്കുന്നില്ല. ഇനി നിങ്ങളിങ്ങനെ ചിന്തിക്കാമോ? അതായത് ദൈവത്തിൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വലിയൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എപ്പോഴും നന്മയുമായി കൂടിക്കലർന്ന് കിടക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതാണ് നമ്മൾ ഏറ്റവും അധികം പഠിക്കാൻ പോകുന്ന കാര്യം, മനസ്സിലാക്കാൻ പോകുന്ന കാര്യം. ഇതാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എപ്പോഴും നന്മയുമായി കൂടിക്കലർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹത്തിന്റെ ഒരു വിസ്ഫോടനമായിട്ട് മാറിയത്. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നുമല്ല ഇത് പറയുന്നത്. അതുകൊണ്ട് ആരും ഒരു കുറ്റപ്പെടുത്തലോ വിമർശനമായിട്ട് ഇതിനെ കാണരുത്. മറിച്ച് നമ്മുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നന്മയുമായി കൂടിക്കലർന്നിട്ടല്ല കിടക്കുന്നത്. നമ്മളും ദൈവം തമ്മിൽ വ്യത്യാസത. നമ്മുടെ സ്വാതന്ത്ര്യം പലപ്പോഴും സ്വാർത്ഥതയുമായി കൂടിക്കലർന്നിട്ടാണ് കിടക്കുന്നത്. പറഞ്ഞുതരാം എന്താ കാര്യമെന്ന്. ഞാനൊരിക്കൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഞാൻ ആ മക്കളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ആരെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ പിള്ളേർ പറഞ്ഞു, ഇല്ല അച്ചോ, ഞങ്ങൾ ആരും ടാക്സ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ അപ്പച്ചനും അമ്മയും ടാക്സ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ പിള്ളേരെല്ലാവരും പറഞ്ഞു, ഇല്ല അച്ചോ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മയും ഒന്നും ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പുതിയ ഷർട്ട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ തുണി വാങ്ങുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ പിള്ളേർ ചോദിച്ചു, ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ പിള്ളേർ പറഞ്ഞു, അറിയില്ല. പിള്ളേർക്ക് അറിയില്ല, അവർ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. നിങ്ങളൊരു സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? സർവീസ് ടാക്സ് കൊടുക്കുന്നുണ്ടോ? പിള്ളേർ പറയാം, അറിയില്ല, ടാക്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു TV വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളൊരു തീപ്പെട്ടി വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളെല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഇതാരാ എല്ലാ ടാക്സും കളക്ട് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന എല്ലാ ടാക്സും കളക്ട് ചെയ്യുന്നത് ഏത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണോ ആ രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ആ ടാക്സ് മുഴുവൻ എടുക്കും. അല്ലെങ്കിൽ സംസ്ഥാനം ആ ടാക്സ് മുഴുവൻ എടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. അല്ലാണ്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ടാക്സ് മുഴുവൻ കൊടുക്കുന്നത്? അല്ല. ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം വളർത്തണം, റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വികസിക്കണം, പോലീസുകാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം, അവരെ സംരക്ഷിക്കണം, ക്രൈം ഇല്ലാതാക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് നടന്ന വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ്. 17 മണിക്കൂർ എടുത്തു എന്ന് ഉള്ളൊരു വാർത്ത. ഇത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശരിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പണം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് എടുക്കുന്നവർ നന്മയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല, നന്മയുമായിട്ട് കൂടിക്കലർന്നില്ല. പിന്നെ എന്തുമായിട്ട് കൂടിക്കലർന്ന്? സ്വാർത്ഥതയുമായിട്ട് കൂടിക്കലർന്ന്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. മറിച്ച് ഞാനൊരു പോയിന്റ് നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ പള്ളിയുടെ മുമ്പിലുള്ള റോഡും ഏത് സ്ഥലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അതുപോലെയാണ് മിക്കവാറും എല്ലാ റോഡുകളും പല സ്ഥലങ്ങളിലും കിടക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും നാൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ വളർച്ചയില്ലാത്തത്? അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഒരു വളർച്ചയില്ല? വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഈ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണം. എന്താണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവം? ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നന്മയുമായി അത് കൂടിക്കലർന്ന്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എല്ലാം അങ്ങ് കൂടിക്കലർന്ന് കിടക്കുക. എന്താ? വഴി തന്നെയാണ് ഡെസ്റ്റിനേഷൻ, അത് തന്നെയാണ് ജീവൻ. ഇതങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്നത് പോലെ നമ്മൾ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്,
എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നന്മ എന്തുമാത്രം കൂടിക്കലർന്നിട്ടുണ്ട്. നന്മ കൂടിക്കലർന്നിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വലിയൊരു ഡെവലപ്മെൻറ്റിന് കാരണമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം കുടുംബത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാണ്. ഇപ്പം സ്വാതന്ത്ര്യം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്തുമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം കൂടിക്കലർന്ന് കിടക്കുന്നത്? ഒരുപാട് യുവജനങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യമാണ്, ഞാൻ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ തീരുമാനിക്കും, ആരുടെ അടുത്ത് പോകണം എന്ന് ഞാൻ തീരുമാനിക്കും, എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും, അല്ലേ? ആരെ കല്യാണം കഴിക്കണം, അപ്പനും അമ്മയ്ക്കൊന്നും യാതൊരു റോളും ഇല്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം, ഞാൻ തീരുമാനിക്കും. എന്താ ഇതിൻ്റെ പ്രശ്നം എന്നറിയാമോ? ഇത് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ആ കുടുംബം ഡെവലപ്പ് ചെയ്യില്ല, ആ കുടുംബത്തിൽ സ്നേഹം ഡെവലപ്പ് ചെയ്യില്ല, ആ കുടുംബത്തിൽ സമാധാനം ഡെവലപ്പ് ചെയ്യില്ല. പിന്നെ എന്താ ഡെവലപ്പ് ചെയ്യുക? ആ വിഘടനമാണ്, വിഷമമാണ്. ഈ റോഡ് കുണ്ടും കുഴിയായിരിക്കുന്ന പോലെ കുടുംബം കുണ്ടും കുഴിയായിട്ട് അങ്ങ് രൂപപ്പെടും, അത്ര തന്നെ. അപ്പോൾ സ്വാതന്ത്ര്യം, ദൈവം സ്വതന്ത്രനാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച് നമ്മൾ ആരംഭിച്ചത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ തിന്മയില്ല. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ തിന്മയില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ളത് നന്മയാണ്, നന്മയുമായി കൂടി കലർന്നാണ് കിടക്കുന്നത്. ഇതുപോലെ ആയിത്തീരാനുള്ള വലിയൊരു വിളി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും സ്വാതന്ത്ര്യത്തിൽ വളരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ദൈവത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തലത്തിലേക്ക് കടക്കണം എന്ന് വിചാരിക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലേ? പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രരായി ജീവിക്കുക. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ അടുത്ത്. ഞാൻ ക്രിക്കറ്റ് കളിക്കാരനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ക്രിക്കറ്റ് കളിക്കാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ക്രിക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിച്ച്, ആ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കും. ഞാൻ ഒരു ഉദാഹരണമായിട്ട്, ഞാനൊരു വിക്കറ്റ് കീപ്പർ ആവാനായിട്ടാണ് ആഗ്രഹിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ വിക്കറ്റ് കീപ്പറിൻ്റെ എല്ലാ റോളും റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ നിയമങ്ങളും എല്ലാം, എപ്പോഴാണ് ഒരാളെ സ്റ്റംപ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റംപ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ക്യാച്ച് എടുക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങനെ പറക്കേണ്ടത്, പറന്ന് ക്യാച്ച് എടുക്കേണ്ടത്, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുക. എനിക്ക് മടുപ്പ് തോന്നില്ല. കാരണം എന്നാ, ഞാനത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട എന്നാ? ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ വചനം. നമ്മളത് പഠിച്ച് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ? യോഹന്നാൻ 15:3 പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടങ്ങ്. അപ്പോൾ ഈ കർത്താവിൻ്റെ നിയമം അങ്ങ് പഠിക്കണം. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം പേപ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യം തുറന്നു നോക്കുന്ന പേജ് സ്പോർട്സ് പേജാണ്. ആദ്യം വായിക്കുന്ന വാർത്ത ക്രിക്കറ്റാണ്. പിന്നെ ഫുട്ബോളിലുള്ള ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വായിക്കുന്നത് ഫുട്ബോളിൻ്റെ നിയമങ്ങളാണ്. എങ്ങനെ ഗോളടിക്കാം, എങ്ങനെയാണ് പാസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അവൻ ശരിക്കും, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായി സ്വാതന്ത്ര്യത്തോടെ കളിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഒരാളെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ ആയിത്തീരുകയാണോ? ഒരിക്കലും അല്ലല്ലോ. അതെല്ലാം പഠിച്ച്, ഞാൻ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ വീണ്ടും എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച്, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച്, എക്സസൈസ് ചെയ്ത്, കഷ്ടപ്പെട്ട് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ട് ഫുട്ബോൾ കളിക്കും. നിങ്ങൾ നോക്കിയാൽ മെസ്സി ഫുട്ബോൾ കളിക്കുന്ന പോലെയാണോ നമ്മൾ കളിക്കുന്നത്? മെസ്സി ഭയങ്കര ഫ്രീഡത്തോടു കൂടി കളിക്കുന്നത്. അതുപോലെ നമുക്ക് കളിക്കാൻ പറ്റുമോ? മെസ്സി എടുക്കുന്ന കിക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. പറ്റുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം നമുക്കത് എളുപ്പമല്ല. അങ്ങനെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പ്രാക്ടീസ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. നീ സ്വതന്ത്രനാകണമെങ്കിൽ നീ ബലം പ്രയോഗിക്കണം. എവിടെയാണ് ബലം പ്രയോഗിക്കേണ്ടത്? അതാണ് ശിക്ഷണം എന്ന് പറയുന്നൊരു വാക്ക്. ഞാൻ നിങ്ങളെ ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണ് ശിക്ഷണം. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, ശിക്ഷണം ലഭിക്കാത്തവരെല്ലാവരും ജാരസന്തതികളാണ്. സ്വന്തം മക്കളെയാണ് നമ്മൾ ശിക്ഷണം കൊടുക്കുക, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒരു ശിക്ഷണത്തിലേക്ക് കൊണ്ടുപോകണം. ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള ഒരു ശിക്ഷണം, ദൈവത്തിൻ്റെ നിയമം അറിയാനുള്ള ഒരു ശിക്ഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും തോറും നമ്മൾ അത്രയും ഫ്രീ ആവും, അത്രയും സ്വതന്ത്രനാവും, അത്രയും ഫ്രീ ആയിട്ട് നമുക്കങ്ങ് ജീവിക്കാനായിട്ട് പറ്റും. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം. ഇത് ഡിസിപ്ലിൻ ഇല്ലാതെ ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ആരും കരുതരുത്. ഇത് വലിയ ശിക്ഷണത്തിന് വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്.
റോമാലേഖനം 8-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെയല്ലേ പറയുന്നത്? ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഗനിക്കുക. ഇതാണ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിനിലൂടെയാണ് എൻ്റെ മക്കളെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക. നിങ്ങൾക്കൊരു ഭാഷ പഠിക്കണം എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ മലയാളികളാണ്, നമുക്ക് മലയാളം ഭാഷയിൽ എന്ത് വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം അല്ലേ? നമുക്ക് കളിക്കാം, മലയാള ഭാഷയിൽ സംസാരിക്കാം, തമാശ പറയാം, നമുക്ക് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചാണോ? അല്ല. നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി പരിശീലിച്ച് നമ്മൾ അറിയാതെ തന്നെ പരിശീലിച്ച് നമ്മളതിലങ്ങ് സ്വതന്ത്രരായി അല്ലേ? ഇനി നിങ്ങൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെല്ലാവരും പഠിക്കുന്ന ഭാഷ, എല്ലാവരും അല്ല, കുറേ പേര് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഷ ജർമ്മൻ ഭാഷയാണ്. എങ്ങനെയെങ്കിലും B2 പാസ്സായി ഇവിടെ നിന്ന് കടക്കുക, കേരളത്തിൽ നിന്ന് പോവുക അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഈ B2-ൽ ജർമ്മൻ പഠിച്ചിട്ട് അവൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ പറ്റുമോ ജർമ്മനിൽ? പെട്ടെന്നൊന്നും പറ്റില്ല. നമുക്കറിയാം. എന്ത് വേണമെങ്കിലും അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം, പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ, അതാണ് സ്വാതന്ത്ര്യം. അവനത് പറ്റണമെങ്കിൽ അവൻ എന്തുമാത്രം ഡിസിപ്ലിൻ ചെയ്യണം, എന്തുമാത്രം പഠിച്ച് ഒരുങ്ങണം. ഇതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ശിക്ഷണമാണ്. ശിക്ഷയല്ല, ശിക്ഷണമാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മറുപുറമുണ്ട്. അതിനെ റെസ്പോൺസിബിലിറ്റി എന്നാണ് വിളിക്കുക, ഉത്തരവാദിത്വം എന്നാണ് വിളിക്കുക. ഈ സ്വാതന്ത്ര്യം അതിൻ്റെ മറുപുറമാണ്. ഇപ്പം നമ്മളൊരു നോട്ടിന് 2 പുറമുണ്ടെന്ന് പറയില്ലേ? സ്വാതന്ത്ര്യമാണ് ഒരു പുറം, മറ്റേ പുറമാണ് എന്ത്? ഉത്തരവാദിത്വം. അത് ശിക്ഷണം വഴി കിട്ടുന്നതാണ് കേട്ടോ, ഉത്തരവാദിത്വം. അപ്പം ഈ ഉത്തരവാദിത്വത്തിൻ്റെ പുറം ഇല്ലെങ്കിൽ ആ നോട്ട് പിന്നെ നോട്ടാണോ? ഒരിക്കലും അല്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സ്വാതന്ത്ര്യം. ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. യേശുവേ, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ എന്താണ് ഡിസിപ്ലിൻ ചെയ്തിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും നന്മയും കൂടിക്കലർന്നാണോ കിടക്കുന്നത്? അതോ സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും കൂടിക്കലർന്ന് കിടക്കുകയാണോ? അതോ സ്വാതന്ത്ര്യവും അഹങ്കാരവും കൂടിക്കലർന്ന് കിടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവുകയില്ലല്ലോ, കുടുംബത്തിലൊരു സമാധാനം വളരില്ലല്ലോ, സ്നേഹം വളരില്ലല്ലോ. ഇനി ഇതിൽ നിന്ന് മാറി എനിക്ക് നടക്കണമെങ്കിൽ എനിക്കൊരു ശിക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ജഡിക പ്രവണതകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, ദുരാഗ്രഹങ്ങളെ ശിക്ഷണം ചെയ്യാനുള്ള, ഡിസിപ്ലിൻ ചെയ്യാനുള്ള വലിയൊരു അഭിഷേകം എനിക്ക് തരണമേ. അങ്ങനെ ഡിസിപ്ലിൻ ചെയ്ത് സ്വതന്ത്രനാകാൻ, ദൈവത്തിൻ്റെ നിയമത്തിൽ സ്വതന്ത്രനായി ജീവിക്കാൻ വലിയൊരു അഭിഷേകം തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. റോമാലേഖനം 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, കാരണം നിങ്ങൾ നീതിയുടെ അടിമകളായി. കർത്താവേ, ഞങ്ങളെ നീതിയുടെ അടിമകളാക്കണമേ. ഞങ്ങളെ മരണത്തിൻ്റെ അടിമകളാക്കല്ലേ, പാപത്തിൻ്റെ അടിമകളാക്കല്ലേ. ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം അഹങ്കാരവുമായി കൂടിക്കലർന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്. ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. പുത്രൻ സ്വതന്ത്രരാക്കുന്ന വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കള് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവരടിമകളായി മാറുകയാണ്. ഞങ്ങൾ തന്നെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ, ഡിസിപ്ലിൻ ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കുകയാണ്. അങ്ങനെ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നെല്ലാം ഒന്ന് തിരിച്ചു വരാൻ നന്മയുമായി ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്ന് കൂടിക്കലർത്തണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.